ആലപ്പുഴ ജില്ലയിലെ നീരേറ്റുപുറം ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവത്തിന് സജ്ജമായി. സ്ത്രീകളുടെ ശബരിമല എന്നറിയുന്ന സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളായ ഡിസംബർ 12 തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ പൊങ്കാല അരങ്ങേറുന്നത്. ആദിപരാശക്തിയും അന്നപൂർണേശ്വരിയുമായ ദേവിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഭക്തോത്തമകളായ സ്ത്രീകൾ സ്വന്തം കൈകൾ കൊണ്ട് പുത്തൻ കലങ്ങളിൽ പായസം, വെള്ളനിവേദ്യം തുടങ്ങിയവ പാകമാക്കി സമർപ്പിക്കുന്ന വഴിപാടാണ് പൊങ്കാല. അഭീഷ്ടസിദ്ധി, മംഗല്യ സൗഭാഗ്യം, ഐശ്വര്യപ്രാപ്തി, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം തുടങ്ങിയ കാര്യങ്ങൾ പൊങ്കാല സമർപ്പണത്തിലൂടെ സാധ്യമാക്കപ്പെടുമെന്നാണ് വിശ്വാസം. ആ അമ്മയെ ശുശ്രൂഷിക്കുന്നവർക്ക് ദിവസവും ഈ ദേവിയെ പരിപാലിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്ത ആ വേടകുടുംബം ഒരു ദിവസം വിറക് ശേഖരിക്കുവാനായി ദൂരെ വനത്തിൽ പോകുമ്പോഴേ സമയം പോയത് അവരറിഞ്ഞില്ല. അപ്പോഴാണ് വേടത്തിൽ പറയുകയുണ്ടായി, ഇന്ന് സമയം ഒത്തിരി പോയി, നമ്മ പട്ടിണിയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെന്ന് ദേവിക്ക് ആഹാരം പാചകം ചെയ്ത് കൊടുക്കണം, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ ദേവിയോട് ആ പാദത്തിൽ വന്ന് അവരോടിയെത്തി മാപ്പ് പറയുകയും അമ്മയ്ക്ക് ആഹാരം തയ്യാറാക്കി തരുവാൻ ഞങ്ങൾ താമസിച്ചു പോയി, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ദോഷങ്ങളും വരരുത്, ഉടൻ തന്നെ അമ്മയ്ക്ക് ആഹാരം പാചകം ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് മാപ്പപേക്ഷിച്ച് അവർ പാചകം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ, പഴയ കാലമാണ്, മരച്ചോട്ടിലാണ് അന്നത്തെ അവർ ആഹാരം പാചകം ചെയ്ത രീതി. അപ്പോൾ പാചകം ചെയ്യാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാ കലങ്ങളിലും ആഹാരങ്ങളും കായ്കറികളും കറികളും ഒക്കെ ഇരിക്കുന്ന കണ്ട് അവർ അതിശയത്തോടു കൂടി നിൽക്കുമ്പോൾ ദേവി തന്നെ അവരോട് പറയുകയാണ്, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിഷ്കാമമായ കാപട്യമില്ലാത്ത നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സന്തോഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആഹാരമാണിത്, അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, അതുകൊണ്ട് ഞാൻ വിളമ്പിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവി അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയും ആ ഓർമ്മയെ നിലനിർത്തിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പൊങ്കാല ഇന്ന് നടത്തി വരുന്നത്. ആരംഭഘട്ടത്തിൽ വളരെ ചെറുതായിരുന്ന പൊങ്കാല ഇന്ന് ഏതാണ്ട് 5 ലക്ഷത്തിന് മേളിൽ വരുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. അത് ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊങ്കാല ഇന്നും ഇവിടെ നടന്നു വരുന്നത്. കാർത്തിക നാളിൽ പുലർച്ചെ 3 മണിക്ക് ഗണപതി ഹോമം, നിർമാല്യ ദർശനം, വിളിച്ചുചൊല്ലി പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം 9 മണിയോടെ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഭദ്രദീപം തെളിയിക്കും. മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പണ്ടാര അടുപ്പിലേക്ക് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ തിരുമേനി അഗ്നി പകരും. വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധേയമാണ് നമ്മൾ ഈ മൊത്തം ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും കുടിവെള്ളത്തിനും അപ്പോഴൊക്കെ പൊങ്കാല പാകം ചെയ്യുന്നതിനും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധേയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തിരുവല്ല ഓവർഹെഡ് ടാങ്കിൽ നിന്ന്, നെടുമ്പുറം ഓവർഹെഡ് ടാങ്കിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ വിയ്യപുരത്ത് ഉള്ള പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന്, കച്ചോട്ട് നിന്നുള്ള പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് ഒക്കെ നമുക്ക് ടാങ്കർ ലോറികളിൽ ഏതാണ്ട് 100ഓളം ടാങ്കർ ലോറികളിൽ 11, 12 തീയതികളിൽ ആവശ്യമായ ശുദ്ധീകരണം നടത്തി തരുന്നതിനുള്ള ക്രമീകരണം ആയിട്ടുണ്ട്. പുത്തൻ കലങ്ങളിൽ അരി, ശർക്കര, പഴം, മുന്തിരി, കൽക്കണ്ടം, ഏലക്ക, ജീരകം തുടങ്ങിയവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പൊങ്കാല പാകമാകുന്നതോടെ വേദ പണ്ഡിതന്മാരുടെ കാർമ്മികത്വത്തിൽ ജീവതയിൽ ദേവിയുടെ എഴുന്നള്ളത്ത് നടക്കും. വൈകിട്ട് 5-ന് കുട്ടനാട് MLA തോമസ് ചാണ്ടി അധ്യക്ഷത വഹിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് 6:30-ന് ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന കൂറ്റൻ കാർത്തിക സ്തംഭം അഗ്നിക്കിരയാക്കുന്നതോടെ പൊങ്കാല ഉത്സവം പരിസമാപ്തിയിലേക്കെത്തും. പൊങ്കാലയുടെ ചടങ്ങുകൾ രാവിലെ 8 മുതൽ ആലപ്പി ന്യൂസ് TVയിൽ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്.